അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്ന് പറഞ്ഞ് അതിനെ തുടർന്നാണ് നിർബന്ധിതാവസ്ഥയുടെ വിഷയം പറഞ്ഞത്. ചത്തത്, ചോര, പന്നിയിറച്ചി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, ഇവയാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത്. പിന്നെ ഫമനിത്തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫലാ ഇസ്മ അലൈഹി എന്ന് പറഞ്ഞു. നിർബന്ധിതാവസ്ഥയിലുള്ളവർക്ക് ഇവ അനുവദനീയമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി. ഈ 4 നിഷിദ്ധങ്ങൾ മാത്രമാണോ ഉള്ളത്? അതല്ല, ഈ 4-നപ്പുറം മറ്റു നിഷിദ്ധങ്ങളുണ്ടോ? ഈ 4-നപ്പുറം നിഷിദ്ധങ്ങൾ വേറെയുമുണ്ട്. നിർബന്ധിതാവസ്ഥയിൽ തിന്നാൻ ഇളവുള്ളവ. ഇവിടെ എന്താണ് ഈ 4 പറഞ്ഞത്? അതിൻ്റെ പൊരുൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. തിന്നൽ അശുദ്ധവും നിഷിദ്ധവുമായ ഏറ്റവും കടുത്ത 4 കാര്യങ്ങളാണ് ഇപ്പറയപ്പെട്ട 4. മൈത്തത്തും ദമും ലഹ്മുൽ ഖിൻസീറും മാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് എന്നവ. എന്നാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ നിഷിദ്ധങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ മുൻഖനീഖ, കഴുത്ത് കുടുങ്ങി ചത്തത്, വൽ മൗഖൂദ, എറിഞ്ഞ് കൊല ചെയ്യപ്പെട്ടത്, വൽ മുതറദ്ദിയ, മീതെ നിന്ന് ഉയരങ്ങളിൽ നിന്ന് വീണ് ചത്തത്, വൻ നതീഹ, കുത്തുകൂടി ചത്തത്, വമാ അകല സബ്ഉ, വന്യമൃഗങ്ങൾ കൊന്നത്, വമാ ദുബിഹ അല നുസുബ്, പ്രതിഷ്ഠകളിൽ അറുക്കപ്പെട്ടത്. ഈ പ്രതിഷ്ഠകളിൽ അറുക്കപ്പെട്ടത് ഇതാണ് മാ ഉഹില്ല ബിഹി ലിഗൈരില്ല എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയും വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട അശുദ്ധങ്ങളും നിഷിദ്ധങ്ങളുമാണ്. ഇതൊക്കെ നിർബന്ധ സാഹചര്യത്തിൽ അനുവദനീയമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമല്ല. ഇതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു ഹയവാനിൻ ഹയ്യിൻ മിനൽ ഹയവാനാത്തില്ലത്തി ലാ തുഅക്കലു, ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികൾ, തേറ്റ കൊണ്ട് ഇര പിടിക്കുന്നവ, അതേപോലെ പക്ഷികളിൽ, പറവകളിൽ നഖം കൊണ്ട് ഇര പിടിക്കുന്നവ, ഇതൊന്നും ഭക്ഷ്യയോഗ്യമല്ലല്ലോ. ഇത്തരം ജീവികളൊക്കെ നിർബന്ധിതാവസ്ഥയിലുള്ളവനെ സംബന്ധിച്ചിടത്തോളം അതിനെ കൊന്നോ അവന് ഭക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിർബന്ധിതാവസ്ഥ അനുവദിക്കാത്ത വിഷയം നിർബന്ധിതാവസ്ഥയിൽ വിഷം ആകാമോ എന്നുള്ളതാണ്. ഒരാൾ ഭക്ഷിക്കാൻ ഒന്നും കിട്ടിയില്ല, വിഷം മാത്രമാണുള്ളത് എങ്കിൽ അത് കഴിക്കാമോ? അത് നിഷിദ്ധമാണ്, വൻപാപവുമാണ്. ഇതാണ് പ്രാമാണികർ പറയുന്നത്. കാരണം ഒരാൾ വിഷം കഴിക്കുന്നതോടുകൂടി അയാൾ ആത്മഹത്യ ചെയ്യാണ്. ഒരു വേള അത് കഴിച്ചില്ല എങ്കിൽ അയാളുടെ ജീവിതം തുടർന്നേക്കും. പക്ഷേ വിഷം തീണ്ടിയാൽ മരണം ഉറപ്പാണ്. ഒരു ഹദീസിൽ നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ദവാഇൽ ഖബീസ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മ്ലേച്ഛമായ മരുന്ന് വിരോധിച്ചിരിക്കുന്നു. ഉദ്ദേശം വിഷമാണ്. മൻ തഹസ്സ സുമ്മൻ ഫഖതല നഫ്സഹു ഫസുമ്മുഹു ഫീ യദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ തഹസ്സ സുമ്മൻ, ഒരാൾ വിഷം കുടിച്ചിറക്കിയാൽ, അങ്ങനെ ഫഖതല നഫ്സഹു, ആത്മഹത്യ ചെയ്തു എങ്കിൽ ഫസുമ്മുഹു ഫീ യദിഹി, അവൻ കുടിച്ച വിഷം അവൻ്റെ കയ്യിലുണ്ടായിരിക്കും. യതഹസ്സാഹു ഫീ നാരി ജഹന്നം, നരകത്തിയിലും അവൻ അത് കുടിച്ചിറക്കിക്കൊണ്ടിരിക്കും. എങ്ങനെ? ഖാലിദൻ മുഖല്ലദൻ ഫീഹ അബദ എന്നാണ്. നരകത്തിയിൽ നിത്യവാസിയായി എന്ന് പറഞ്ഞാൽ അയാൾ നരകശിക്ഷക്ക് അർഹനായിരിക്കും. അന്ത്യനാളിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ അയാൾ വിഷം കുടിച്ചത് കയ്യിലുണ്ടായിരിക്കും. അതയാൾ കുടിച്ചുകൊണ്ടേ നരകത്തിയിൽ തൻ്റെ ശിക്ഷയിൽ തുടരുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ നിർബന്ധിതാവസ്ഥയിലാണ്, ഒന്നും ഭക്ഷിക്കാൻ ലഭിക്കാത്ത സന്ദർഭം, വിഷം കിട്ടിയത് കഴിക്കാമോ? അതൊരിക്കലും പാടുള്ളതല്ല. കാരണം അത് ഇസ്ലാമിൽ കൊടിയ പാപങ്ങളിലൊന്നായ ഖത്ലുൻ നഫ്സ്, ആത്മഹത്യയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മഹത്യ ചെയ്യുന്നവർക്ക് സ്വർഗം വിലങ്ങിയിരിക്കുന്നു. നമ്മൾ കേട്ടതുപോലെ നരകത്തീനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്നാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ.